മാള പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. ഡോക്ടർ കെ.പി. സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാസാഗർ ഗുരുമൂർത്തി മുഖ്യപ്രഭാഷണം നടത്തി. ഹിന്ദുക്കളോട് പാലിക്കാൻ വേണ്ടി 4 കാര്യം ശങ്കരാചാര്യർ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം ഗേയം ഗീത നാമസഹസ്രം. ശ്രീമദ് ഭഗവത്ഗീതയും സഹസ്രനാമം എന്നും ജപിക്കുകയും പഠിക്കുകയും വേണം. ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും അർത്ഥസഹിതം നിത്യം പഠിക്കണം. മഹാനായ ചിന്മയാനന്ദ സ്വാമികളാണ് ഗീതാശാസ്ത്രത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചതിൽ വളരെ വലിയ ഒരു മഹാത്മാവ്. അദ്ദേഹം എപ്പോൾ പറയുന്നു, ഗുളിക കഴിക്കുന്ന പോലെ 3 times a day, 3 തവണ ഒരു ദിവസം ഒരു ശ്ലോകം ചൊല്ലി നോക്കണം. എന്നിട്ട് ആ 3 നേരങ്ങളും ചൊല്ലിയിട്ട് അർത്ഥം മനനം ചെയ്യണമെന്ന് പറയുകയുള്ളൂ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരിയിലാണ്. ആ സമയത്ത് ക്യാമറയാണുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഉപദേശം എനിക്ക് വലിയ ഗുണം ചെയ്തു. ചിന്മയ മിഷൻ്റെ യൂത്ത് ചിന്മയ യുവ കേന്ദ്ര എന്നൊരു സ്ഥാപനം, അവർ ആ സമയത്ത് ഗീത കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിലൊരു പുസ്തകത്തിൽ ചിന്മയാനന്ദ സ്വാമി എഴുതിയിരിക്കുന്നത്, ഗീത മസ്റ്റ് ബി ചാന്റഡ് ആൻഡ് ലേൺഡ് by chanting a particular shloka thrice a day, just as you consume tablets. ഭവദ്ഗീതങ്ങൾ ഭവരോഗം മാറാൻ വേണ്ടി നമ്മൾ ഭഗവത്ഗീതയെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നിങ്ങനെ ഒരു ശ്ലോകം അർത്ഥസഹിതം ഒരു ദിവസം 3 നേരം മനനം ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഞാൻ എൻ്റെ ഉള്ളിൽ അത് വിശ്വസിച്ചിട്ട് അത് അനുവർത്തിച്ചു പോകുന്നു. 701 ശ്ലോകങ്ങൾ പഠിക്കും. ആയുർവേദ ഡോക്ടർ ടി.എ. വിജയൻ, മാള മുകുന്ദകൃഷ്ണ ക്ഷേത്രത്തിൽ 68 വർഷം മേൽശാന്തി ആയിരുന്ന വെങ്കിടേശ്വർ വാദ്യ, തബലവാദനത്തിൽ ജില്ലാ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ അവന്തിക എൻ ഷേണായ്, നാടൻപാട്ട് കലാകാരൻ അനൂപ് പുതിയടത്ത്, നാടക സംഗീത സംവിധാനത്തിൽ സംസ്ഥാന പുരസ്കാരം ലഭിച്ച അനിൽ മാള എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഏകതാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം സംയോജകൻ അനിൽകുമാർ അദിയാരത്ത്, പ്രസിഡന്റ് സദാശിവൻ ചക്കനാലി, സെക്രട്ടറി സജീവ് കമ്മത്ത്, രാഷ്ട്രീയ സ്വയംസേവക സംഘം ജില്ലാ സേവാ പ്രമുഖ് എം സുധീർ എന്നിവർ സംസാരിച്ചു.